വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം കണ്ട് പേടിച്ച് ഇക്കഴിഞ്ഞ 4 ദിവസം ജലപാനം ഒന്നുമില്ലാതെ ഏത് നിമിഷവും തങ്ങൾക്ക് എന്തും സംഭവിക്കാമെന്ന് മനസ്സിൽ കണ്ട് മരണത്തെ മുഖാമുഖം കണ്ട 4 പേരെ 4 ദിവസങ്ങൾക്കിപ്പുറം വയനാട് പടവെട്ടിക്കുന്നിൽ നിന്നും സൈന്യം അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട് പടവെട്ടിക്കുന്നിൽ നിന്നാണ് 4 പേരെ സൈന്യം ഇപ്പോൾ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെന്നാണ് സൈന്യം നൽകുന്ന വിവരങ്ങൾ. 2 പുരുഷന്മാരെയും 2 സ്ത്രീകളെയുമാണ് ഇപ്പോൾ സൈന്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു സ്ത്രീയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. എയർ ലിഫ്റ്റിംഗിലൂടെ ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഇവർ തീർത്തും അവശരാണ് എന്ന് തന്നെ റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കഞ്ഞിരിക്കത്തോട്ട് തൊടിയിൽ ജോണി, ജോമോൾ, എബ്രഹാം, ക്രിസ്റ്റി എന്നിവരെയാണ് സൈന്യം ഇപ്പോൾ രക്ഷപ്പെടുത്തിയിരിക്കുന്നതും. പടവട്ടിക്കുന്നിലെ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു ഇവർ. ജോമോളിന് കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ 4 പേരെയും വ്യോമമാർഗം സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയതായിട്ടാണ് കരസേന അറിയിച്ചിരിക്കുന്നത്. അതായത് ഏറെ പനിപ്പെട്ടാണ് ഇവരെ കണ്ടെത്തിയതെന്നാണ് കരസേന വ്യക്തമാക്കുന്നത്. അതേസമയം വയനാട് മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നിലവിൽ സജീവ മനുഷ്യ സാന്നിധ്യം നന്നേ കുറയുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിലാണ് സജീവ മനുഷ്യ സാന്നിധ്യം ഇവിടെ നന്നേ കുറവാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ നിന്നും ജീവനുള്ള എല്ലാവരെയും രക്ഷിച്ചെന്ന് സൈന്യത്തിൻ്റെയും സർക്കാരിൻ്റെയും പ്രതികരണമൊക്കെ ഇപ്പോൾ വ്യക്തമാകുന്ന തരത്തിലാണ് ഇത്തരം കണ്ടെത്തലുകളെന്നാണ് വിവരങ്ങൾ. അതായത് കൊച്ചിയിലെ ഏജൻസിയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആവശ്യപ്രകാരം ഡ്രോൺ പരിശോധന നടത്തിയിരിക്കുന്നത്. തെർമൽ ഇമേജിംഗ് പരിശോധന റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് കൈമാറിക്കഴിഞ്ഞു. അതേസമയം നിലവിൽ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനം സംബന്ധിച്ച് നിർണായക വിവരങ്ങളാണ് ISROയും പുറത്തുവിടുന്നത്. നിലവിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണ് ഉരുൾപൊട്ടൽ നടന്ന പ്രഭവ കേന്ദ്രം. പാറക്കെട്ടുകൾ ഉൾപ്പെടെ വെള്ളം ഒഴുകിയെത്തിയത് 8 കിലോമീറ്റർ ദൂരത്തിലാണ്. ദുരന്ത മേഖലയാകട്ടെ ഏകദേശം 86,000 ചതുരശ്ര മീറ്റർ വരും. റഡാർ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ISRO പുറത്തുവിട്ടിരിക്കുന്നത്. 6 സോണുകളിലായിട്ടാണ് ഇപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുന്നത്. അട്ടമല, ആറന്മല പ്രദേശമാണ് ആദ്യ സോൺ. മുണ്ടക്കൈ സോൺ 2ഉം പുഞ്ചിരിമട്ടം സോൺ 3ഉമാണ്. വെള്ളാർമല വില്ലേജ് റോഡ് 4ആം സോണുമാണ്. GVHS വെള്ളാർമലയിലാണ് 5ആം സോൺ. ചൂരൽമല പുഴയുടെ അടിവാരത്തെ സോൺ 6ആയിട്ടും തിരിച്ചിരിക്കുന്നു. സൈന്യം ചൂരൽമലയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടുന്ന് നിരവധി പേരെ സൈന്യം രക്ഷപ്പെടുത്തുകയാണ്. വ്യോമമാർഗമാണ് ഇവരെ രക്ഷപ്പെടുത്തി ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോകണമെന്നുള്ള സാഹചര്യമാണെങ്കിൽ അത്തരത്തിൽ ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. നിലവിൽ സൈന്യം വളരെ ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.